പിന്നെ ചത്തിട്ടില്ല. ഇനി എന്താ പരിപാടി? ഞാനിവിടെ വന്ന നിയമപരമായിട്ട് കേസുണ്ടാവും. താനിവിടെ വന്ന തന്റെ ജീവിതം കൂടി നശിക്കും. വാൻ്റെ കൂടെ. ആരുമില്ല ഇവിടെ? എല്ലാരും അകത്തുണ്ട്. എന്താ എയർപോർട്ടിൽ കാറായി കഴിഞ്ഞ്? ശാന്തനില്ലേ? ചേട്ടാ, ചേട്ടനൊന്ന് വഴക്ക് പറയരുത്. ഞാൻ ഇന്ന് ആരെയും വഴക്ക് പറയുന്നില്ല. നിങ്ങൾ എന്നെ എന്തെല്ലാം ചൊടിപ്പിച്ചാലും ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും എന്റെ ഭാര്യ പറയുന്ന പോലെ ഈ ഒരു ദിവസമെങ്കിലും ഞാൻ മൂരാച്ചിനാരാവില്ല. അമ്മേ, എന്നെ ആർക്കും പറ്റിക്കാനാവില്ല. എല്ലാ കാര്യങ്ങളും ഒരു നിമിഷം മുമ്പെങ്കിലും ഞാൻ അറിയും. ആ ഉണ്ടോ അകത്ത്? ഇറങ്ങി വാ, ഞാനൊന്നും പറയില്ല. അമ്മ എന്താ വിചാരിച്ചത്? നമുക്കിന്ന് സന്തോഷിക്കാനുള്ള ദിവസമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് എന്നെ ശ്വാസം മുട്ടിച്ച ബാംഗ്ലൂരിലെ സ്വാമിയുടെ കേസില്ലേ അമ്മേ, അതെനിക്ക് അനുകൂലമായിട്ട് ഇന്നലെ വിധിയായി. നിങ്ങളെന്താ ഇവിടെ? ഓഫീസ് വല്ല പ്രശ്നമുണ്ടോ? ഓഫീസിലല്ല പ്രശ്നം, ഇപ്പോ വീട്ടിലാ. വീട്ടിലെന്ത് പ്രശ്നം? അതിൽ ഇവർക്കെന്ത് കാര്യം? ചേട്ടാ, ചേട്ടൻ എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയരുത്. ഞാൻ ബീനിയെ കല്യാണം കഴിച്ചു. കല്യാണോ? ഈ വീട്ടിൽ ഞാൻ അറിയാതെയോ? ആരുടെ സമ്മതത്തോടെ? ചേട്ടാ, ഇത്രയും കാലം എല്ലാ കാര്യം ഞാൻ ചേട്ടന്റെ സമ്മതത്തോടെയല്ലേ ചെയ്തത്. ഈ ഒരു കാര്യത്തിൽ ഞാൻ സ്വന്തമായി തീരുമാനമെടുത്തു. സ്വന്തം തീരുമാനമോ? സ്വന്തം എന്ന് പറയാൻ നിനക്ക് എന്താടാ യോഗ്യത? ഈ ഒരു തീരുമാനം എടുക്കാനുള്ള യോഗ്യതയെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് വേണ്ട ചേട്ടാ. ഞാൻ വലിയ അപരാധമൊന്നും ചെയ്തില്ലല്ലോ. ചേട്ടനെ പോലെ ഞാനൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, അത്രയല്ലേ ഉള്ളൂ. ചേട്ടനെ പോലെയോ? എടാ, ചേട്ടൻ കല്യാണത്തിന് മുമ്പ് ജാതകം നോക്കിയോ? ചേട്ടന്റെ പെണ്ണിനെ ഇവിടുന്ന് അമ്മ പോയി കണ്ടു, അമ്മാവൻ പോയി കണ്ടു. നിന്റെ പെണ്ണിനെ ഈ വീട്ടിൽ നിന്ന് ആര് പോയി കണ്ടടാ? അവരെല്ലാം കൊള്ളാമെന്ന് പറഞ്ഞതിന് ശേഷം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ ഈ കുടുംബത്തിന് വേണ്ടിയാ കല്യാണം കഴിച്ചത്. അല്ലാതുള്ളൊരു ബന്ധത്തിന് ഞാൻ കല്യാണം അംഗീകരിക്കില്ല. ചേട്ടന് വേറെ കണക്കൂട്ടിലുണ്ടായിരുന്നല്ലോ. ചേട്ടത്തിയമ്മയെ കണ്ടുവന്ന ശേഷം ചേട്ടൻ എന്താ പറഞ്ഞത്? പെണ്ണിന് സ്വല്പം പ്രായക്കൂടുതലുണ്ടെങ്കിലും 30 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്, 100 പവന്റെ സ്വർണ്ണാഭരണങ്ങളിടും, ചേട്ടന് പേടിക്കാനൊന്നുമില്ലെന്ന്. എനിക്ക് സ്വർണവും വേണ്ട, റബ്ബറും വേണ്ട. എനിക്ക് ബീനിയെ ഇഷ്ടപ്പെട്ടു, ഞാൻ കല്യാണം കഴിച്ചു. കല്യാണം ആര് കണ്ടടാ? എവിടാ താലി? കഴുത്തിൽ താലി കെട്ടാത്തൊരു കല്യാണത്തിന് ഞാൻ അംഗീകാരം കൊടുക്കില്ല. ഒരു കാര്യം കൂടി, ഈ വീട്ടിൽ ആരെങ്കിലും ഒരാൾ ഞാനിതിന് അംഗീകാരം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ നിമിഷം ഈ പെൺകുട്ടി ഇവിടെ നടക്കണം. അമ്മാവൻ കൊടുത്തോ? ഞാൻ വകുപ്പില്ലാ മന്ത്രിയാ. അമ്മ കൊടുത്തോ? അമ്മേ. വസന്തേ, അമ്മ കഴിഞ്ഞാൽ ഈ വീട്ടിൽ സ്ഥാനം എന്റെ ഭാര്യയ്ക്കാണ്. ഉത്തരവാദിത്തങ്ങൾ നിന്നെ കൂടെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ടൂറിന് പോകുന്നത്. ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ഇവിടെ നടന്നു എന്ന് പറയുന്ന ഈ സംഗതിക്ക് നീ അംഗീകാരം കൊടുത്തോ? അതെ, ഞാൻ കൊടുത്തതാണ്. എന്നോട് ശാന്തൻ ചോദിച്ചു, ഞാൻ വിളിച്ചോണ്ട് വരട്ടെ ഏട്ടത്തിന്ന്. കഴുത്തി താലിയില്ലെന്നും പറഞ്ഞു. സാരമില്ല, ചേട്ടന്റെ സമ്മതം ഞാൻ വാങ്ങിക്കൊള്ളാമെന്നും പറഞ്ഞു.
ഒന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങൾ ആരും സമ്മതം കൊടുത്തില്ലെങ്കിൽ ശാന്തൻ ആ കുട്ടിയെ കൊണ്ട് ഒളിച്ചോടി പോകേണ്ടി വരും. വിനയന്റെ അനിയനാണെന്ന് ആൾക്കാർ പറയൂ. അവൻ ഒളിച്ചോടേണ്ട കാര്യം എന്താണെന്നായി ചോദിക്കുന്നത്? ആ കുട്ടിയുടെ സ്ഥിതി അതാണ്. മറ്റുള്ളവർ അടങ്ങമാണിക്കാൻ ഇവനാരെ സ്വാമി വിവേകാനന്ദനോ? മറ്റുള്ളവരെ ചുറ്റോടെ നമ്മൾ മനസ്സിലാക്കണം. സ്വന്തം കാര്യം മാത്രം പറഞ്ഞാൽ മതിയോ? ആഹാ, നീ ആരെ? മദർ തെരേസയോ? അല്ല, നിങ്ങളുടെ ഭാര്യ. എടി, ഭാര്യയാണെങ്കിൽ ഞാൻ പറയുന്നത് ശരിയായിരിക്കും തെറ്റായിരിക്കും, എന്റെ കൂടെ നിൽക്കണം. അല്ലെങ്കിൽ സാരി പറ്റി ആർക്കും എന്റെ ഭാര്യ ആവാലോ. ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി രാവും പകലും കിടന്ന് കഷ്ടപ്പെടുക. ആ എന്നെ പറ്റി ഈ വീട്ടിലെ മറ്റാരും മറക്കട്ടെ, എനിക്ക് പ്രശ്നമല്ല. നീയെങ്കിലും ഓർത്ത് ഒരു നിമിഷം. ഈ കണക്ക് പുസ്തകം ദയവായി തുറക്കാതിരിക്കാമോ? ഞാൻ എടുക്കും. അതെടുക്കാൻ ഈ വീട്ടിൽ വേറെ ആർക്കാടി യോഗ്യത? 3 തവണ നിന്നെ നോക്കി മൂളിയതിനു ശേഷമാണ് ഞാൻ ആ ചോദ്യം എല്ലാവരോട് ചോദിച്ചത്. എല്ലാം ശരിയാണ്. പക്ഷേ ഒരു മൂത്ത മകനെന്ന നിലയിൽ ചെയ്യേണ്ടതേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ എന്താ? ശബ്ദിച്ചു പോലത്. ഇല്ല, ശബ്ദിക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യം ഒരു ഭാര്യയല്ല, എല്ലാം തലയാട്ടി സമ്മതിക്കുന്ന ഒരു മരപ്പാവയാണ്. ആണല്ലോ, അല്ലാണ്ട് തെളിയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ടാണല്ലോ കല്യാണം കഴിഞ്ഞ് 8 വർഷമായിട്ടും ഇപ്പോഴും. എന്നോടാണോ ഇങ്ങനെ പറഞ്ഞത്? അതെ, എന്നെ മനസ്സിലാക്കാത്ത സ്നേഹിക്കാത്ത ഒരാളെ എനിക്ക് വേണ്ട. വേണ്ട, വേണ്ടാത്തടുത്ത് ഞാൻ നിൽക്കാനും പോകുന്നില്ല. നേരെ ഒന്ന് വെളുത്തോട്ടെ, ഞാൻ എന്റെ വീട്ടിൽ പോകും. ഓ, അതിന് നേരം വിളക്കാൻ വേണ്ടി കാത്തിരിക്കണ്ട. രാത്രി ഭാര്യ പിണങ്ങിപ്പോയെന്ന് വീട്ടുകാരറിഞ്ഞ വിനയക്കുറിപ്പിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ? ഓ, സന്തോഷം. എന്തിനാ പുറത്തു പോകുന്നത്? പുറത്തു പോകേണ്ടത് ഞാനല്ലേ? പക്ഷെ ഒരു കാര്യം, എല്ലാ തവണയും പോയിട്ട് പുതിയ ജീവിതത്തിലേക്ക് കാലൂന്നാൻ ഞാൻ തിരിച്ചു വരുമായിരുന്നില്ലേ? ഇനി എന്റെ അടുത്ത് വന്ന് ഞാൻ മരപ്പാവയല്ല മനുഷ്യസ്ത്രീയാണെന്ന് തിരുത്തി പറയാതെ വസന്ത വീടിനകത്ത് കാലെടുത്ത് കുത്തുകയില്ല. ഇത് സത്യം. ആ പ്രതീക്ഷയാണ് പോകുന്നതെങ്കിൽ ഈ ലോകത്തിന് എന്ത് സംഭവിച്ചാലും ഈ ഒരു കാര്യം പറയാൻ വേണ്ടി കഴിഞ്ഞ 8 വർഷമായിട്ടും എന്നെ മനസ്സിലാക്കാത്ത ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ഞാനും വരില്ല. ഇതും സത്യം. എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ. അവര് തമ്മിൽ സ്നേഹവും ഒരുമയും ഉണ്ടാകണേ. എന്താണ് സാറേ ഒരു മൂഡൗട്ട്? നമ്മൾ ചെയ്തത് തെറ്റാണോ? നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏത് തെറ്റാണോ ഉദ്ദേശിച്ചത്? എല്ലാം ഞാൻ കാരണമല്ലേ? ചേട്ടത്തിയമ്മ പിണങ്ങിപ്പോയി. അതോർത്ത് വിഷമിക്കണ്ട.